ഇഷ്ടം മാത്രം പുത്തൻ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ചിപ്പിമോള് തിരികെ രചനയുടെ വീട്ടിലേക്ക് വരികയാട്ടോ. അപ്പോൾ രചന ഭയങ്കര ദേഷ്യത്തിൽ ചിപ്പിമോളെ കുറേ അടിക്കുകയും പിച്ചുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിപ്പിമോൾ ഭയങ്കര കരച്ചിൽ, എനിക്ക് ഡാഡിയെ കാണണം ഡാഡിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഇഷിത ശോഭയുടെ വീട്ടിൽ പോയി ശോഭയുടെ ഭാര്യനോടും കുട്ടീനോടും കാര്യങ്ങളൊക്കെ തിരക്കുക. ശോഭയുടെ ആ ഒരു പഴയ പ്രണയകാലത്തെ പറ്റിയൊക്കെ നമ്മുടെ ശോഭയുടെ ഭാര്യനോട് നമ്മുടെ ഇഷിത ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ശോഭി എപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് തിരിഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷിത ചോദിച്ച് മനസ്സിലാക്കുന്ന കുറച്ച് രംഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പുറത്തെ എപ്പോഴത്തെയും പോലെ നമ്മുടെ മഹേഷ് നമ്മുടെ ചിപ്പിമോളെ തിരികെ പിടിക്കാൻ വേണ്ടി കുറേ വക്കീലും ആ ഒരു നിയമപരമായിട്ട് തന്നെ തിരികെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് മുഹൂർത്തങ്ങളും. അപ്പോൾ നമ്മുടെ ആകാശ് നമ്മുടെ രചനയോട് പറയുന്നുണ്ട്, നീ ഒരിക്കലും ചിപ്പിമോളെ വിട്ടുകൊടുക്കരുത്, ചിപ്പിമോളെ നമ്മളുടെ അടുത്ത് തന്നെ ചേർത്ത് നിർത്തണം, ചിപ്പിമോളെ മുന്നിൽ എന്താ പറയുക സ്നേഹവും കാര്യത്തിലൊക്കെ അഭിനയിച്ചിട്ടാണെങ്കിൽ പോലും ചിപ്പിമോളെ ആ ഒരു സ്നേഹവും വിശ്വാസവും നമ്മളിലേക്ക് പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പം രചന ഭയങ്കര സോഫ്റ്റായിട്ട് നമ്മുടെ ചിപ്പിമോളുടെ അടുത്ത് മോൾക്ക് എന്താ വേണ്ടേ, അമ്മ എന്താ മോൾക്ക് വേണ്ടി ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിപ്പിമോള് പറയുന്നത് എനിക്ക് ഡാഡിയുടെ കാണണം, ഡാഡിയുടെ വീട്ടിൽ പോകണം എന്ന് തന്നെയാട്ടോ നമ്മുടെ ചിപ്പിമോള് പറയുന്നത്. അപ്പം രചന വീണ്ടും ദേഷ്യത്തിൽ നിൽക്കുന്നൊരു രംഗമാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ചിപ്പിമോളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് അല്ലേ. എന്തൊരു കഷ്ടം, ചുറ്റിനും സ്നേഹിക്കുന്നവർ മാത്രം ഉണ്ടായിരുന്നൊരു എന്താ പറയുക മോളായിരുന്നു നമ്മുടെ ചിപ്പിമോൾ. ഇപ്പോൾ ദാ ചുറ്റിനും എന്താ പറയുക അമ്മയാണെങ്കിൽ കൂടിയും ആ ഒരു കാര്യം കാണാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്ന ഒരു അമ്മ. അപ്പുറത്താണെങ്കിൽ അമ്മയുടെ രണ്ടാം ഭർത്താവ് ക്രൂരമായി തന്നെ നോക്കുന്നു. ഭയങ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ചിപ്പിമോള്. ആർക്ക് നമ്മുടെ ചിപ്പിമോളെ രക്ഷിക്കാൻ സാധിക്കും അല്ലേ കൂട്ടുകാരെ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.